ഹായ് ചാമരെ, എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന ദം ബിരിയാണി എല്ലാവരും ഇപ്പോൾ കാണണം. ദം ബിരിയാണി നമുക്ക് കഴിക്കാം. ഉടനെ അത് റെഡിയാക്കാൻ പോവാന്ന്. അതിനു വേണ്ടി കുറച്ച് സവാള എടുത്ത് വെച്ചേക്കുന്നത് അത് അരിയാണ്. നമ്മളെ സവാള കണ്ടില്ല, സവാള അരിഞ്ഞു കഴിഞ്ഞ് അടുത്തത് നമുക്ക് അതിൻ്റെ തക്കാളി അരിയാം. അപ്പൊ നമ്മൾ ഇതിന് ആവശ്യമുള്ള തക്കാളി അരിയാണ്. നമ്മളിപ്പോ ഒരു 1/2 കിലോ തക്കാളിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ അതിന് ആവശ്യമുള്ള തക്കാളി അരിഞ്ഞു കഴിഞ്ഞ് അപ്പൊ അത് നമ്മൾ മാറ്റാം. തക്കാളി അരിഞ്ഞത് മാറ്റിയിട്ട് ബാക്കി നമുക്ക് അതിന് ആവശ്യമുള്ള കുറച്ച് കൊച്ചുള്ളി, നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്ക് അതിനുള്ള മസാലകൾ ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം, ജാതിപ്പത്തിരി, ഇതെല്ലാം ഇതിനകത്ത് ഇടാനുള്ളതാണ് ദം ബിരിയാണിക്കകത്ത്. പിന്നെ കറിവേപ്പില, പിന്നെ സവാള, പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, വെള്ളമുന്തിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില മുപ്പിച്ചത്. ചെമ്പ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനുള്ള സവാള ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മള് ഇതിനകത്ത് ചതച്ച് വെച്ച കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എല്ലാം ഇട്ട് എല്ലാം ഇളക്കി ഇനി ഇച്ചിരി നമുക്കൊന്ന് മൂടി വെക്കാം. അത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് അരിഞ്ഞു വെച്ച തക്കാളി ഇടാം. ഗ്രാമ്പു, പട്ട, ഏലക്ക, ജീരകം, തക്കോലം, ഇതെല്ലാം നമുക്ക് ഇട്ടുകളയാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മഞ്ഞപ്പൊടി, മുളക് പൊടി, നമ്മള് മല്ലിപ്പൊടി ഇടുവാണ്. മസാല നമ്മളെല്ലാ മസാലയുടെ പൊടിച്ചതാണ്. നമുക്ക് ഇനി നല്ലൊന്ന് ഇളക്കി ചെയ്യാം. നല്ല മിക്സ് ആക്കാം. കുറച്ച് കറിവേപ്പില ഇടാം നമുക്ക് ഇതിനകത്ത്. വിടുവാണേ. ഇത് നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
നമുക്ക് കുറച്ചു നേരം ഇത് മൂടി വെച്ചു കൊടുക്കാം. അതപ്പോ നമുക്ക് ഇത് മസാല റെഡി ആയിക്കാം. നമുക്ക് ഇനി ഇതങ്ങ് ഇറക്കി താഴോട്ട് വെച്ചിട്ട് അരിക്കുള്ള വെള്ളം, പിന്നെ റൈസ് വെക്കാനുള്ള പാത്രം വെക്കാം, ചെമ്പ്. അതിനുള്ള വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം, മൊത്തം ഒഴിക്കും. അപ്പൊ മക്കളെ, പിന്നെ നമ്മളൊരു തലയെക്കെട്ട് കെട്ടുക. തലയെക്കെട്ടാണ് എല്ലാരും പറയുന്നത്. തലയെക്കെട്ടുണ്ടെങ്കിലേ കൊള്ളാവെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മള് പിന്നെയും തലയെക്കെട്ടിലേക്ക് കയറുന്നു. പിന്നെ ഒരു സൈഡിന് കണ്ണാടിയും കൂടെ ഇരിക്കട്ടെ, ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ. അതിന് നമുക്ക് റൈസിനുള്ള ഉപ്പിട്ടുക. ആവശ്യത്തിന് വെള്ളത്തിലങ്ങ് ഉപ്പിട്ടാ നേരത്തെ നമുക്ക് ആ ജോലി നേരത്തെ ഒതുക്കി വെക്കുക. പിന്നെ ഉപ്പിന്റെ പുറമെ നടക്കണ്ട. അപ്പൊ അതിനകത്ത് നമുക്ക് റൈസിനുള്ള മസാല, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ജീരകം, പെരുംജീരകം, ഗ്രാമ്പൂ. അപ്പൊ അതിന്റെ റൈസ് നമ്മൾ അതിന്റെ അരി ഇട്ട് കൊടുക്കുക. ബിരിയാണിക്കുള്ള പൈനാപ്പിള് കട്ട് ചെയ്യാൻ പോവാണ് അടുത്ത. അതൊന്ന് വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് പൈനാപ്പിള് കുനുകുനാന്ന് അരിയണം. ക്യാരറ്റ് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞു കളയാം. നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയോടുള്ള അതും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ്. റൈസ് റെഡി ആയിരിക്കുക. റൈസ് കോരിക്കൊണ്ടിരിക്കുക. നമുക്കിത് കോരി എടുത്തിട്ട് വേണം ദം ചെയ്യാനുള്ളത്. നമ്മളിത് കോരി കഴിഞ്ഞിട്ട് ദം ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും. നമ്മളപ്പോ ദം ചെയ്യാൻ പോവാണ്. അതാണ്ട് പൊക്കിയെടുത്ത് ഇടാകത്തില്ല. നമ്മള് സഹായിയുണ്ട്. ചെറുക്കാൻ പുലിയാണ്, നമ്മളെ സഹായിയാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. നിക്കട്ടെ മാറ്റി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കളർ കൊടുക്കാം. ഒരു ഭംഗിയൊക്കെ വേണ്ട. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പൈനാപ്പിള്, ഉള്ളി മൂപ്പിച്ചത്, സവാള, അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, കുറച്ച് കറിവേപ്പില മൂപ്പിച്ചത്, നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. അപ്പൊ നമ്മളിത് ദം ചെയ്തങ്ങ് ഒട്ടിക്കുക. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇതുകൊണ്ട് ഒട്ടിക്കുക. ഇപ്പൊ പെട്ടെന്ന് അങ്ങ് എടുക്കാനുള്ളതുകൊണ്ട് മൈദ നമുക്ക് സെറ്റ് ആവുന്നില്ല. ടേപ്പ് അപ്പൊ നമ്മള് ദമ്മ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇച്ചിരി കണല് മേളിൽ ഇച്ചിരി ഒന്ന് ഇട്ടേക്കാം. ദം ബിരിയാണിന്റെ ചെമ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇപ്പം
ഇതിന്റെ ആളുടെ വലിയ ഇല ചെറിയ